ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഒരു ഞായറാഴ്ച ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ പരിപാടി ഞായറാഴ്ച എന്നല്ല, എല്ലാ ദിവസവും ആദ്യം ചെയ്യുന്നൊരു റുട്ടീനാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ അമ്മ വിറകൊക്കെ കൊണ്ടുവന്ന് അടുപ്പ് കത്തിച്ച് ചോറിനുള്ള വെള്ളം വയ്ക്കും. സാധാരണ ബാക്ക് വശത്ത് മുറ്റത്തിട്ടാണ് അടുപ്പ് കത്തിക്കാറ് കല്ലായി കൂട്ടിയിട്ട്. പക്ഷേ മഴ ആയതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഷെഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് എടുത്തു മാറ്റാൻ പറ്റുന്ന ഒരു അടുപ്പാണ്, വെൽഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പം എളുപ്പമുണ്ട്. മഴയാണെങ്കിൽ എടുത്ത് ഷെഡിനകത്ത് വയ്ക്കാം, വെയിലാണെങ്കിൽ എടുത്ത് പുറത്ത് വയ്ക്കാം. അങ്ങനെയൊക്കെ ഉപയോഗമുണ്ട് കേട്ടോ. അങ്ങനെ അമ്മ തന്നെയാണ് ഈ അരിയുടെ കാര്യം നോക്കുന്നത്, അരി വാർക്കുന്നത്, ഇതൊക്കെ ചെയ്യുന്ന അമ്മ തന്നെയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഇങ്ങനെ ഇളക്കിയൊക്കെ നോക്കും, വെന്തോ എന്നൊക്കെ നോക്കിയിട്ട് വെന്തെങ്കിൽ വിളിച്ച് പറയും, വെന്തിട്ടുണ്ട്, അരി വന്ന് വാർത്തോ എന്നൊക്കെ. എന്നിട്ട് ഞാൻ എൻ്റെ പണിയിലോട്ട് കടന്നു. എനിക്ക് തോരൻ വെപ്പാണ് ഇവിടുത്തെ പ്രധാന പണി എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ നമ്മുടെ ക്യാരറ്റും അതുപോലെ തന്നെ അമരക്കയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഗ്യാസ് കത്തിച്ചു, പാത്രം വെച്ചു. എന്നിട്ട് അതിനകത്തോട്ട് എണ്ണ ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എണ്ണ തീർന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് വെറുതെ അടുത്തത് പൊട്ടിക്കാൻ വയ്യ, മെനക്കേട്. പിന്നെ ഇതിലാണ് കളയാതെ എടുത്ത് ഈ കുപ്പി ഒഴിക്കണം. പിന്നെ ഞാൻ ഉള്ളത് കണക്ക് അതിനകത്ത് തന്നെ കടുകൊക്കെ ഇട്ട് വറ്റൽമുളകൊക്കെ ഇട്ട് ഒന്ന് പൊട്ടിച്ചു. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കറിവേപ്പില എടുത്തിട്ടു. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ ഐറ്റംസും അതിനകത്തോട്ട് ചേർത്തു. പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ഇളക്കൽ. പണ്ട് എൻ്റെ അമ്മ പറയും, എനിക്ക് ഏറ്റവും ഇഷ്ടം വല്ലതും ഉണ്ടാക്കാൻ പോയി കിണ്ടാനാണെന്ന്. കാരണം എനിക്ക് ഇളക്കലാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. പിന്നെ വെള്ളം ഒഴിച്ചു, കാരണം അമരക്കയൊക്കെ വേവാൻ കുറച്ച് പാടുണ്ടല്ലേ, കുറച്ച് കട്ടിയൊക്കെ ഇല്ലേ അമരക്കയ്ക്ക്. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് വേവിച്ചു, പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോഴാണ് അച്ഛൻ മീൻ കൊണ്ടുവന്നത്. അങ്ങനെ ഞാൻ അതെടുത്ത് ചട്ടിയിലോട്ടാക്കി. പക്ഷേ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ മീൻ കണ്ടിക്കാൻ പോവുകയാണെന്ന്. പക്ഷേ അല്ല, ഞാൻ മീൻ കണ്ടിക്കാറില്ല, എനിക്ക് മീൻ കണ്ടിക്കാൻ അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ഹിസ്റ്ററിനോടൊപ്പം ദുബൈയിലായിരുന്ന സമയത്ത് ഞാൻ തന്നെയാണ് കണ്ടിച്ചിരുന്നത്. പക്ഷേ അതെങ്ങനെയൊക്കെയോ കണ്ടിച്ചതാണ്. പക്ഷേ എനിക്ക് കണ്ടിക്കാൻ അറിഞ്ഞുകൂടാ. നാട്ടിൽ വന്ന് ഞാൻ കണ്ടിക്കാറേ ഇല്ല, അമ്മ എന്നെ കണ്ടിക്കുന്നത്. അപ്പം ഞാൻ പിന്നെ അമ്മ കണ്ടിക്കാൻ പോയ സമയത്ത് തേങ്ങയൊക്കെ തിരുവി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം തോരനെടുക്കണം, മീൻ കറിക്ക് എടുക്കണം. അപ്പോൾ അതിനു വേണ്ടി തേങ്ങയൊക്കെ തിരുവി വെച്ചു. അതിനുശേഷം ഞാൻ നമ്മുടെ തോരനുള്ള അരപ്പരയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ കറിവേപ്പിലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ വെളുത്തുള്ളിയും ജീരകമൊക്കെ ഇട്ട് അരപ്പരച്ചെടുത്തു. എന്നിട്ട് നമ്മൾ വെന്ത നമ്മുടെ തോരൻ്റെ മിക്സ്ചറിലോട്ട് ഈ അരപ്പൊക്കെ ഒന്ന് തട്ടി പൊത്തി വെച്ചു. കാരണം കുറച്ച് ആവി ഇരുന്ന് ആ അരപ്പൊന്ന് വേവണമെന്ന് അമ്മയൊക്കെ പറയുന്നത്. അങ്ങനെ അതൊക്കെ വച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ സ്ഥിരം പരിപാടിയായ ഇളക്കിക്കൂട്ടലിലോട്ട് കടന്നു. അപ്പോൾ അമ്മ മീനെ കണ്ടിച്ചിട്ട് വന്നു. കറി വയ്ക്കാനും അടുത്ത സെക്ഷൻ പൊരിക്കാനൊക്കെ ആയിട്ട് വരിഞ്ഞ് മുറിച്ചൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പൊരിക്കാൻ വേണ്ടി എൻ്റെ സ്പെഷ്യൽ റെസിപ്പി എടുത്തിട്ടുണ്ട്. കൊച്ചുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കുറച്ച് നമ്മുടെ കുരുമുളകൊക്കെ ഇട്ട് നന്നായിട്ട് ഇടിച്ച് കിട്ടുന്ന ആ ഒരു മിക്സർ ഞാൻ കൊണ്ട് നമ്മുടെ പൊരിക്കാനുള്ള മീനകത്ത് കൊണ്ടിട്ടു. അതിനകത്തൊന്ന് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മുടെ സാദാ നോർമൽ മസാല ഇട്ടു. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എന്നിട്ട് കുറച്ച് പിന്നെ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. വിനാഗിരി ഒഴിച്ചില്ലെങ്കിൽ അത്രയും നല്ലതല്ലേ, ശരീരത്തിന് കേടാണെന്ന് തോന്നുന്നു. അതിനുശേഷം ഉപ്പിടാൻ മറന്ന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് പിന്നെ നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചിട്ട് അതൊന്ന് ഫ്രിഡ്ജ് വെച്ചു. ആ സമയത്ത് അമ്മ അരപ്പ് വരച്ച് വന്ന മീന് വേണ്ടി പിന്നെ അതൊക്കെ ഞാൻ എടുത്ത് മീനകത്തിട്ടു. പിന്നെ അത് നന്നായിട്ട് വഴിച്ച് അരപ്പൊക്കെ എടുത്ത് നമ്മുടെ മീനകത്തിട്ടു. എന്നിട്ട് പിന്നെ കഴുവല, ഒരു തരി അരപ്പ് പോലും മിസ്സാവരുത് എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. എല്ലാ അരപ്പും കറിക്കകത്ത് വരണം. ഇപ്പം മീനൊക്കെ കിട്ടാൻ നല്ല പാടാണ്. കാരണം കപ്പലൊക്കെ മുങ്ങിയതിന് ശേഷം ഞങ്ങൾ കുറേ നാളായിട്ട് മീനൊന്നും മേടിക്കാറില്ലായിരുന്നു. ഇപ്പം 2 ദിവസമായിട്ടാണ് മീൻ വാങ്ങുന്നത്. അതും കിട്ടുന്നത് ഈ കുഞ്ഞ് ചാള മീനും അതുപോലെ തന്നെ നെത്തോലിയൊക്കെയാണ്, അല്ലാതെ വേറെ മീനൊന്നും കിട്ടത്തില്ല. മീനൊക്കെ നല്ല വിലയും ഉണ്ട്. അച്ഛൻ എന്നും പോയി ചന്തയിലൊക്കെ പോയി നോക്കും മീനൊക്കെ വന്നിട്ടുണ്ടോയെന്നൊക്കെ. അങ്ങനെ അച്ഛൻ പോയി വാങ്ങിച്ചിട്ട് വരുന്നതാണ്. അമ്മ അത് കണ്ടിച്ച് വയ്ക്കും. പിന്നെ ഞാൻ ഇപ്പോഴും എൻ്റെ കഴിവക്കം കഴിഞ്ഞിട്ടില്ല. ഞാൻ ആ പാത്രം വെളുപ്പിച്ച് അതിനകത്തുള്ള എല്ലാ സാധനങ്ങളും കറിക്കകത്താക്കിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. കൈ കൊണ്ടൊക്കെ തന്നെയാണ് മിക്സ് ചെയ്യുന്നത്, എന്നാലേ ഒരു മിക്സിങ്ങിനൊരു സുഖം വരുള്ളൂ. അങ്ങനെ അതിനൊക്കെ ശേഷം ഞാൻ നമ്മുടെ തക്കാളി എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ മീൻ കറിക്കൊരു പുളിപ്പൊക്കെ കിട്ടാൻ വേണ്ടി തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയല്ലേ ഞാൻ എടുക്കുന്നത്, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പച്ചമുളകാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ തക്കാളി ഇട്ടു, എനിക്കറിയാൻ വയ്യ. ഞായറാഴ്ച കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ബുധനാഴ്ചയാണ്. കുറേ കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ട്.
അങ്ങനെ ഞാൻ പച്ചമുളക് കഴുകി പച്ചമുളക് ഇട്ട് ഞാൻ ഇതിനു മുമ്പ് തക്കാളി ഇട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോയിട്ടുണ്ട്, നമ്മുടെ ഷെഡിലോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ മീൻകറി കൊണ്ടുവന്ന് അടുപ്പിൽ വയ്ക്കുക. ഞങ്ങൾ ചോറും മീൻകറിയാണ് അടുപ്പിൽ വയ്ക്കുന്നത്. ബാക്കി തോരൻ, ദോശ, സാമ്പാർ അങ്ങനത്തെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ വയ്ക്കുന്നത് ഗ്യാസ് തന്നെയാണ്. മെയിൻലി ചട്ടിയിലും കലത്തിലും വയ്ക്കുന്ന 2 സാധനങ്ങളാണ് വെളിയിൽ വയ്ക്കുന്നത്. രാവിലെ അരി വെച്ചതാണ്. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ കാറ്റൊക്കെ വീശിയൊക്കെ കൊടുത്താണ് കത്തിച്ചത്. പിന്നെ ഞാൻ നമ്മുടെ കറിവേപ്പിലയിൽ പോയി കറിവേപ്പില ഒടിച്ചുകൊണ്ട് വന്ന് പിന്നെ അത് കഴുകിയെടുത്ത് അപ്പോഴേ ഇൻസ്റ്റൻ്റ് ആയിട്ടെടുത്ത് കറിയിടുവാണ്. ഞാൻ ഇതിങ്ങനെ ഒടിക്കുമ്പോൾ എപ്പോഴും ആലോചിക്കും, നമ്മളന്ന് ദുബൈയിലായിരുന്ന സമയത്തൊക്കെ കറിവേപ്പിലേക്ക് എന്തുമാത്രം പൈസ കൊടുത്തായിരുന്നു വാങ്ങുന്നത്. എനിക്കൊന്നും ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തേക്ക് 3 ദിർഹമൊക്കെ ആയിരുന്നു പാക്കറ്റിലൊക്കെ വച്ചേക്കുന്ന കറിവേപ്പിലേക്ക്. ഞങ്ങൾ ഫിഷ് മാർക്കറ്റിലൊക്കെ പോകുമായിരുന്നു, ദേറയിലെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റേ. അവിടെ നല്ല ഫ്രഷ് കറിവേപ്പില കിട്ടുമായിരുന്നു. അത് 3 ഒക്കെ ആയിരുന്നു. നല്ല തോനെയും കിട്ടും. ഫ്രഷ് എന്ന് പറയുന്നത് കാണുമ്പോൾ ഫ്രഷ്. പിന്നെ ഞാൻ നമ്മുടെ മീൻ പൊരിക്കലിലോട്ട് കിടന്നിട്ടുണ്ട്. നേരത്തെ എണ്ണ എടുക്കാൻ വയ്യായിരുന്നു, പക്ഷെ മീൻ പൊരിക്കാൻ വേണ്ടി എണ്ണ എടുത്തല്ലേ പറ്റൂ. പിന്നെ പൊട്ടിച്ചെടുത്ത് ഒഴിച്ച് വെച്ച് പിന്നെ കുറച്ച് കറിവേപ്പില എടുത്ത് ഈ എണ്ണയ്ക്കകത്ത് വെച്ചപ്പോൾ നല്ലൊരു മണം വരുമെന്നൊക്കെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നിട്ട് ഞാൻ എൻ്റെ ഓരോ മീനുകളും പറക്കിയിട്ടു. 2 എണ്ണം ഇടുന്നതേ കാണിക്കാൻ പറ്റുന്നുള്ളൂ, വീണ്ടും ഇടുമ്പോൾ ബുദ്ധിമുട്ട്. അങ്ങനെ എൻ്റെ മീൻ പൊരിച്ചതും കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോറിനുള്ള കറികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ